എടുക്കണില്ലേ ചേട്ടൻ പൂക്കിയല്ലേ അതെന്റെ കീക്കി ലവേഴ്സിനൊക്കെ പൂക്കിന്നാ വിളിക്കണേ. ഊക്കിയാ നീ എന്നെ ഊക്കിയതാണോ? ഊക്കി ഇതാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ തന്നെ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വരൂടാ. എടാ ഞാൻ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ അപ്പൊ എനിക്കൊരു ദുഃഖം വരുന്നു. അപ്പൊ ദുഃഖം ആലോചിച്ചിരുന്നാ പോലെ അപ്പൊ സന്തോഷം വരില്ലേ? പോടാ അവിടുന്ന്. ദുഃഖം അങ്ങനെ ആലോചിച്ചാൽ ദുഃഖത്തോടെ ദുഃഖായിരിക്കും. അത് ശരിയാട്ടാ. സ്കൂളിൽ കുറച്ചാള് അടിയൊക്കെ കിട്ടാണ്ട് ഒരു സന്തോഷമായി പോകും. ഏത് അടിയൊന്നും കിട്ടണില്ലല്ലോ. അതെന്നാൽ ചാന്ന് നല്ല അടിയും കിട്ടും. ട്യൂഷന് വരാഞ്ഞേ അതിന് വൈകിട്ടല്ലേ? വൈകിട്ടാ രാവിലെയാണ്. ഞാൻ അച്ഛനോട് വരണാണല്ലേ. നപ്പോയിട്ടുണ്ട് തൊട്ടാ നാക്കെടുത്ത് തൊള്ളലിട്ടില്ലോടാ. അപ്പൊ തന്നെ അടിയായില്ലോ. ട്യൂഷൻ വരെ തേങ്ങലിക്കും എന്റെ ചെക്കൻ നാശാൻ കൂടെ കൊണ്ട് നടക്കാം. ഉടായ്പാണെങ്കിൽ വരും വീട്ടിലേക്ക്. എന്ത് പാടുന്നു? 100 മേനിയായില്ലേ പ്രാവശ്യം? അതെ, എനിക്കെന്നെ ഓർമ്മയുണ്ട് അവനെ. അയ്യോ എനിക്ക് മനസ്സിലായി. അവന്റെ അച്ഛനല്ലേ? അതല്ല, നീ കൃഷ്ണന്റെ നീനല്ലേ? ആ എനിക്കെന്നെ മനസ്സിലായ? ഇല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. ആ ഇഷ്ടം പോലെ എന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ നീ എന്നെ വിളിച്ച് വരട്ടായിരുന്നു. ഓർമ്മയുണ്ട്? ഹലോ വൈചേട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ. മറുപടി ഒന്നും പറഞ്ഞില്ലേട്ടാ. വൈചേട്ടൻ എന്തിനു പറയാൻ വേണ്ടി ഇനി ഇതിലേക്ക് വിളിച്ച കൂട്ടുമ്പത്തേര് കാരണത്ത് ഞാൻ മൊത്തം ഉറപ്പാണ്. ബൈജുവേട്ടൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവളെ വിളിച്ച് പറയണ്ട. ഇത് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് പറയാ. ഒരു അബദ്ധം പറ്റിയടാ. അന്ന് ഒരു കുണ്ടിവരല്ലായിരുന്ന. അവളിപ്പോ എങ്ങനെ സുഖാണോ? അവള് സുഖമായിട്ടിരിക്കുന്നു. 2 കുട്ടികളൊക്കെ ആയി. ഓ എന്താട്ടാ ചേട്ടനൊരു വിഷമം? ഒന്നുമില്ല. എന്നാലും ചേട്ടൻ എന്താ 2 കുട്ടികളായില്ലേ? ആയി, അതപ്പോ വിഷമം. ചേട്ടൻ എന്തിനാ വിഷമിക്കണേട്ടാ? ചേട്ടാ ഈ പ്രേമിച്ച് കേട്ടത് നന്നായി. എന്റെ പെങ്ങളായതുകൊണ്ട് പറയില്ലല്ലോ. ഈ പെമ്പിള്ളേരൊക്കെ കണക്കാണ്. ഈ പ്രണയിച്ച് കല്യാണം വെച്ചാലേ ഇവളുമാർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇവളുടെ മുമ്പിൽ പട്ടിയുടെ പോലെ നിക്കണം. ഇവളുടെ മുമ്പിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇവളുടെ അച്ഛന്റെയും ഇവളുടെ അമ്മയുടെയും എല്ലാരും മുമ്പിൽ നിൽക്കേണ്ടി വരും. അതല്ലേ? ഇതാരടുത്താ? ഞാനാ തോന്നുന്നുണ്ട്. ഹലോ, നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഞാൻ നിന്റെ തലയിൽ കയറല്ലേ? എന്റെ വീട്ടുകാരെ സഹിക്കേണ്ടി വരുമല്ലേ? ഇതൊക്കെയാണല്ലോ നിന്റെ മനസ്സിലിരിപ്പോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിച്ചത്? ഒന്ന് കുറച്ച് സന്തോഷിച്ചിരുന്നത് അപ്പൊക്കെ ഒരു ദുഃഖം കൊടുത്തത്. വേണ്ട, ഒന്നും പറയണ്ട. അതൊരു സിനിമയിലത്തെ ഡയലോഗാണ്. ഞാനത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താ. സത്യമായിട്ടു നീ എന്റെ മുന്നിൽ വരുമ്പോ ഇതൊക്കെ ഉള്ളിൽ വെച്ച് നാടകം കളിക്കായിരുന്നല്ലേ? ഷോർട്ട് ഫിലിം കോപ്പ്